ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. വ്ളോഗ് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബി.എഡിന് ഒന്നിച്ച് പഠിച്ച റൂംമേറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വേറെ ഒരു കൂട്ടുകാരി സ്വപ്ന, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ബാംഗ്ലൂരുണ്ട്. ബാക്കി 5 പേരുണ്ട്. ശരിക്കും 7 പേരാണ് മൊത്തം ഞങ്ങൾ റൂമിലുണ്ടായിരുന്നത്. പക്ഷേ 4 പേരെ നാട്ടിൽ നിന്നും വന്നിട്ടുള്ളൂ. 2 പേര് ഞങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇത്തവണത്തെ കൂടുതൽ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ച് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. അങ്ങനെ അവർ വളരെയധികം സന്തോഷപൂർവ്വം ഞങ്ങളുടെ അടുത്തേക്ക് ഭർത്താക്കന്മാരാരും ഉണ്ടായിരുന്നില്ല, ആരുടെയും ഉണ്ടായിരുന്നില്ല, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമാണ് ഒത്തുകൂടിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. 2 ദിവസം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നാട്ടിൽ നിന്നും 4 പേരും കൂടി എൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് വന്നത്. ഏപ്രിൽ 8-ന് രാവിലെ അവരെത്തി. സ്വപ്നയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ കബ്ബൺ പാർക്കിലേക്കാണ് വന്നത് കേട്ടോ. കബ്ബൺ പാർക്കിലെത്തി ഞങ്ങൾ. ഇതാണ് സ്വപ്ന. അപ്പോൾ ഞാനും സ്വപ്നയാണ് ഇവിടെ ബാംഗ്ലൂരുള്ളത്. ബാക്കി ബിന്ദു, ഷീന, ബീന, മായ, ഇവരെല്ലാവരും കൂടിയാണ്. ഇതാണ് മായ പിന്നെ കോഴിക്കോടുള്ള ആളാണ്. ബാക്കി 3 പേരും മലപ്പുറത്തും. എല്ലാവരെയും പരിചയപ്പെടുത്താം. പിന്നെ ഒരാളുണ്ട്, ചന്ദ്രിക, അവൾ വന്നിട്ടില്ല. ഇവിടെ 3 പേര് വേറെ നിൽക്കുന്നു: ബിന്ദു, ഷീന, ബീന. അപ്പോൾ ഇവർ മലപ്പുറത്ത് നിന്നും വന്നതാണ്. ബിന്ദുവിന്റെ ഫ്രണ്ട്സുമാരാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കുട്ടികളാണ്. ഇത് മായ, സ്വപ്ന, ബിന്ദു, ബീന, ഷീന. എല്ലാവരും ഉണ്ട്. അപ്പോൾ മോളും ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോളും കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കറങ്ങിയിട്ട് ഇനി റൂമിലേക്ക് പോകാനാണ്. മോള് 2 ദിവസമായിട്ട് അവർക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്തതാണ് കോളേജിൽ നിന്നും, ഭയങ്കര വർക്ക് ലോഡായിട്ട്. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് കബ്ബൺ പാർക്കിൽ വരാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ സ്വപ്നയുടെ മോനും ഇവിടെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരെയും ഫോട്ടോ ഒക്കെ മോളെടുത്ത് തന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഒരു റീലൊക്കെ എടുത്തു കേട്ടോ. മോളെടുത്ത് തന്നു. പക്ഷേ റീലിൻ്റെ പാട്ട് ഇവിടെ എനിക്ക് വെക്കാൻ കഴിയില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ കബ്ബൺ പാർക്കിൽ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പാർക്കിൽ നിന്നും പുറത്തിറങ്ങി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സീൻസ് എല്ലാം കർണാടകയുടെ വിധാൻ സൗധയുടെ മുന്നിലാണ്, നിയമസഭാ മന്ദിരം. അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇവിടെ ഊബർ എല്ലാം ബുക്ക് ചെയ്ത് അതിലായിരുന്നു ഞങ്ങളുടെ എല്ലാ യാത്രയും. എങ്ങോട്ടുള്ളതും അതിലായിരുന്നു കേട്ടോ. നല്ല ഒരു സൗകര്യമാണ്. ഊബർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ ബുക്ക് ചെയ്താൽ മതി. നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, പിക്കപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എല്ലാം ഓൺലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയൊരു ഫെസിലിറ്റിയാണ് ഇവിടെ കർണാടകയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിധാൻ സൗധയുടെ മുന്നിൽ ടാക്സി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ സ്വപ്നയുടെ മോൻ വന്നിരുന്നു. അപ്പോൾ സ്വപ്നയുടെ മോനും എൻ്റെ മോളും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഞങ്ങൾക്ക് മോൻ്റെ വകയായിരുന്നു എന്നുള്ളതാണ് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. കാരണം സ്വപ്നയുടെ മോന് ഇവിടെ ജോലി കിട്ടിയിട്ടുള്ള ഒരു ട്രീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് കുറേ വേണ്ട എന്ന് പറഞ്ഞാലും അവന് വളരെ സന്തോഷപൂർവ്വം ആണ് ഞങ്ങൾക്ക് ആ പാർട്ടി തന്നത്. ഞങ്ങൾക്കും വളരെ സന്തോഷമായി. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ അപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയത്. സദ്യയായിരുന്നു. സദ്യയും ഫിഷും ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചത് സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്ന് ലഗേജ് എല്ലാം എടുത്ത് വീണ്ടും ഞങ്ങൾ
പുറത്തിറങ്ങി റൂമിലെത്തി. അപ്പോൾ സ്വപ്നയുടെ മോനാണ് ഞങ്ങൾക്ക് ഈ എയർ ബി എൻ ബി എന്ന് പറയുന്ന അപ്പോൾ സ്വപ്നയുടെ മോനാണ് ഞങ്ങൾക്ക് എയർ ബി എൻ ബി എന്ന ആപ്പിലൂടെ ഈ വീട് ബുക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഗൗതം വളരെ നല്ല ഒരു വീട് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തത്. അത് പറയാതിരിക്കാൻ വയ്യ. വിശാലമായ 3 റൂമും ടോയ്ലറ്റ് ബാത്റൂം എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു. കിച്ചൺ വേറെ, ഹാള് വേറെ, എല്ലാം വളരെ സൗകര്യമുള്ളതായിരുന്നു. ഫുൾ AC ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആർക്കും പിന്നെ പുറത്ത് പോവേണ്ട എന്നുള്ള ഒരു തോന്നലായിരുന്നു. റൂമിലിരുന്നാൽ മതി എന്നുള്ള ഒരു തോന്നൽ വന്നു കേട്ടോ. അങ്ങനെ അത്രയും നല്ല വിശാലമായിട്ടുള്ള റൂമായിരുന്നു, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള. പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും പോവാൻ തോന്നിയില്ല, അവിടെ ഇരിക്കാനാണ് തോന്നിയത്. പക്ഷേ ഇവരൊക്കെ ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു സ്ഥലം പോയിട്ട് വരാം, നമുക്ക് ഈവനിങ് ആയിട്ട് പോയി ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ ക്ഷീണിച്ചിരുന്നു. പിന്നെ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ റൂമിൽ വരിക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ തന്നെ സ്വപ്നത ഒരു കട്ടൻ ചായ ഇട്ട് തരികയാണ്. അവിടെ പാത്രങ്ങളെല്ലാം ഉണ്ട്. സ്വപ്ന ചായപ്പൊടി പഞ്ചാര എല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്ക് വന്ന് ക്ഷീണം മാറാനൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ അതാണിപ്പോൾ കാണുന്നത്. കിച്ചണൊക്കെ നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി മടിവാള ലേക്കിലേക്ക് വന്ന് ഫോട്ടോസ് വീഡിയോസും എല്ലാം എടുത്തു. ഇവിടെ ക്ലോസിങ് ടൈം ഇവിടെ 6:30 കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ ക്ലോസ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ ഭാഗ്യത്തിന് എന്തായാലും ഞങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയതിന് ശേഷമാണ് ഇവിടെ വിസിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഫോട്ടോസും എല്ലാം എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. വളരെ നല്ല ഒരു വൈബായിരുന്നു ഇവിടെ. ഈവനിങ്ങിൽ നല്ല രസമാണ് മടിവാള ലേക്കിൻ്റെ അവിടെ പോവാൻ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ക്ഷീണമായിട്ടോ. എല്ലാവർക്കും രാവിലെ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് പോലും ഒന്നും കിടക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് ക്ഷീണം മാറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ സ്വപ്ന നല്ല തണുപ്പിച്ച ഇളനീര് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. ഇതാ ഇളനീരൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇളനീരിൻ്റെ വെള്ളമെല്ലാം കൊണ്ടുവന്നിട്ട് അവളിതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ഫുഡെല്ലാം മായയുടെ മോളുടെ വകയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതും അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ബി.എഡിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബി.എഡിന് ഞങ്ങൾക്ക് സാരി നിർബന്ധമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കലും പിന്നീട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ചു. തലേ ദിവസം ഞങ്ങൾ കുറേ സമയം സംസാരിച്ചിരുന്നു ആ പഴയ ഓർമ്മകളൊക്കെ ആയിട്ട്. രാത്രിയിൽ ഡിന്നർ കഴിച്ചതിന് ശേഷവും പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് ടയേർഡായതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം കിടന്നുറങ്ങി കേട്ടോ. നാട്ടിൽ നിന്നും അവർ ക്ഷീണമാണല്ലോ. ട്രെയിനിൽ വന്നപ്പോൾ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഞാനും സ്വപ്നയും മാത്രമേ ഉള്ളൂ കുറച്ച് ക്ഷീണം കുറവുള്ളവർ. ബാക്കി എല്ലാവർക്കും കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെ ക്ഷീണമായിരുന്നു, പിന്നെ ചൂടും അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. റൂം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. കാരണം അന്ന് വൈകുന്നേരം ഇവർക്ക് പോകണം, നാട്ടിലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ലഗേജ് എല്ലാം എടുത്ത് സ്വപ്നയുടെ മോന് ഇവിടെ അടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വപ്നയുടെ മോൻ്റെ ഫ്ലാറ്റിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ബാംഗ്ലൂർ പാലസിലേക്ക് വരികയാണ്. ഇവിടെ ബാംഗ്ലൂർ പാലസിൽ ഒരാൾക്ക് 250 രൂപയാണ് എൻട്രൻസ് ചാർജ്. അപ്പോൾ ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഉള്ളിലേക്ക് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല.
വെറും പുറത്തെ ഈ കാഴ്ചകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിട്ട്. ചരിത്രം പഠിച്ചവർക്കെല്ലാം ഒരു വളരെ നല്ല കാഴ്ചകളല്ലാത്തവർക്കും എല്ലാം നല്ല ഒരു എന്താ പറയുക, നല്ല വിഷ്വൽസായിരുന്നു ഉള്ളിലെല്ലാം. അങ്ങനെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളതെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ നിന്നും വിജയനഗർ ഞങ്ങളുടെ B.Ed കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസിൽ നിന്നും ഇവിടെ വിജയനഗറിൽ ഞങ്ങൾ ശ്രീ സർവജ്ഞ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, അതായിരുന്നു ഞങ്ങളുടെ B.Ed കോളേജിൻ്റെ പേര്. ഇവിടെ എത്തി. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്, അല്ലാതെ ഒന്നും കാണാനുണ്ടായിട്ടല്ല. പക്ഷേ ഇവിടെ അങ്ങ് വന്നപ്പോൾ എന്താ പറയുക, നമ്മളെ അന്നത്തെ ആ കാലം ഓർമ്മ വന്നു ശരിക്കും. ഒരു 25, 26, 27 വർഷം മുന്നേ ഉള്ള ആ ഒരു കാലം ഓർത്തു. ലെക്ചർ ഹാളെല്ലാം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വലിയൊരു ലെക്ചർ ഹാളായിരുന്നു അത്. അപ്പോൾ ജനലിനുള്ളിലൂടെ സെക്യൂരിറ്റീനോട് പെർമിഷനെല്ലാം ചോദിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടോ, ഒന്ന് ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. കോളേജ് ഇതുപോലെ തന്നെയായിരുന്നു അവിടെ അന്നും ഇന്നും എല്ലാം. പക്ഷെ കുറച്ച് ചേഞ്ചസൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കോളേജിൽ നിന്നും അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വിജയനഗർ ജംഗ്ഷനിലേക്ക് വന്നു. അവിടെയാണ് ഞങ്ങൾ അന്ന് B.Edന് പഠിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അന്ന് അവിടെ നിന്നായിരുന്നു സാധനങ്ങളെല്ലാം മേടിച്ചത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയത് എൻ്റെ വീടിനടുത്ത് തന്നെയാണ്, ചർച്ച് സ്ട്രീറ്റിനടുത്ത് പാരഗൺ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി എത്തിയത്. ഇവിടെയൊക്കെ കുറേ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം അവിടെ പേരെല്ലാം കൊടുത്ത് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളിലോട്ട് സീറ്റ് വേക്കൻ്റ് ആയാൽ ഉള്ളിലോട്ട് കടത്തിവിടും. അങ്ങനെയാണ്. നല്ല ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉച്ചഭക്ഷണം അവിടെ നിന്നായിരുന്നു. ബിരിയാണി ആയിരുന്നു എല്ലാവരും കഴിച്ചത്. ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോൺ ബിരിയാണി കഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇതൊക്കെയായിരുന്നു. അങ്ങനെ വളരെ എന്താ പറയുക, പിന്നെ മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയായിരുന്നു ഇതെല്ലാം. ഇത് വീണ്ടും എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ 1 മാസമായിട്ടോ, ഞങ്ങളുടെ ഏകദേശം 1 മാസം കഴിഞ്ഞു ഞങ്ങൾ കൂടിയിട്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ആ ഓർമ്മകൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നുന്നു. അങ്ങനെ ഇവർ നാട്ടിലേക്ക് പോകാനുള്ളവർ അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് പോകണം. അപ്പോൾ അവർ രാത്രി 8 മണിക്കാണ് ട്രെയിന്. അതിന് വേണ്ടിയിട്ട് പിന്നെ ലഗേജെല്ലാം എടുത്ത് ഇനി അവർ പോയതിന് ശേഷം ഞാനും സ്വപ്നയും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ, ബൈ.